ഭാര്യയോ മകനെയോ എന്നെയോ ആരെയാണ് നീ സ്നേഹിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ആർക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്? ഈ ചോദ്യം ഈ രാത്രി നമ്മളോട് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിഗ്രഹാരാധനയുടെ വാസനയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മളോട് ചോദിക്കുന്നു, നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, നമുക്ക് ആരോടാണ് താല്പര്യം? നിനക്ക് എന്നോടാണോ താല്പര്യം? ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മോറിയയുടെ മുകളിലേക്ക് അവനെ കൊണ്ടുവന്നെത്തിക്കുമ്പോഴും ഒരിക്കൽ പോലും സാധ്യതയില്ലാതിരുന്ന വൃക്ഷത്തിൽ നിന്ന് കുഞ്ഞാടിനെ ഒരുക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ. നീ ദൈവത്തെ സ്നേഹിച്ചാൽ, നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അസാധ്യതകളിൽ നിന്ന് സാധ്യത ഒരുക്കി തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ? അബ്രഹാമിന് പുത്രനുള്ള സ്നേഹമുണ്ടെന്നറിയാം, പക്ഷേ അതിനേക്കാൾ ഉപരി അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് ബോധ്യം വന്നപ്പോൾ, ലോകത്തിൽ ഏതെങ്കിലും കാലത്ത് ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരാടിനെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ദൈവം അബ്രഹാമിന് മോറിയയുടെ മുകളിൽ വൃക്ഷത്തിൽ നിന്ന് ആടിനെ ഒരുക്കി കൊടുത്തു. ഈ ഒരൊറ്റ ബോധ്യം മതി. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ, ദൈവത്തെ നന്നായി സ്നേഹിച്ചാൽ, അസാധ്യതകളിൽ നിന്ന് സാധ്യത ഒരുക്കി തരുന്ന ഒരു കർത്താവ് നമുക്കൊപ്പമുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് 2 പെൺമക്കളാ. ഭാര്യ ഹൗസ് വൈഫാ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനാണ്. ഭൂമാഫിയകളിൽ നിന്നും അന്യാധീനപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നതിന് തക്കവണ്ണം ധാരാളം സമ്മർദ്ദം ഈ മനുഷ്യന്റെ മുകളിലുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം വഴിവിട്ടൊരു കാര്യങ്ങൾക്കും തയ്യാറായിട്ടില്ല. ആവശ്യത്തിലേറെ പണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹം നിഷ്കരണം അത് ദൂരത്തേക്ക് പറഞ്ഞു. അദ്ദേഹം പറയുന്ന ഇതാണ്: ഞാൻ കർത്താവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്, ന്യായമല്ലാത്തതൊന്നും ഞാൻ വാങ്ങുകയില്ല. പ്രിയമുള്ളവരെ, ആ കുറച്ചു നാൾ ഇവരുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാ. ഇവരാണ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുമോ? ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് കീഴടക്കാൻ പറ്റുമോ? അല്ലെ ഇദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്ത് എങ്ങനെയും തങ്ങളുടെ ഇംഗിതം സാധിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ ഭാര്യ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ആശുപത്രിയിലാകുന്നത്. നമുക്കറിയാം, ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശമ്പളം വളരെ പരിമിതമായിരിക്കും. ആ പരിമിതമായ ശമ്പളത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് വീട്ടിലൊരു ക്യാൻസർ പേഷ്യന്റ് വന്നാൽ എത്രമാത്രം ബുദ്ധിമുട്ട് കാണും ചികിത്സിക്കാൻ എന്നുള്ള കാര്യം അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും മനസ്സിലാകും. ഈ വാർത്ത അറിഞ്ഞിട്ട് ഈ അഴിമതി കാണിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവർ പെട്ടി നിറയെ പണവുമായി ഈ മനുഷ്യന്റെ വീട്ടിൽ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു അവരോട് ഇറങ്ങിപ്പോകാൻ. മേലാൽ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പടി ചവിട്ടരുത്. ആ മനുഷ്യൻ തന്റെ ഭാര്യയുടെ ചികിത്സ തന്റെ ഇല്ലായ്മയിൽ നിന്ന്, തനിക്ക് ലഭിച്ച പരിമിതമായ അവസ്ഥയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുക. 3 മാസം കഴിഞ്ഞപ്പോൾ 17 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ദിവസം മുട്ടിനു വേദന. കോളേജിൽ നിന്ന് വീട്ടിൽ വന്നു. മകളെ കൊണ്ട് അപ്പൻ ആശുപത്രിയിൽ ചെന്ന് ഒരു CT എടുത്തു കഴിഞ്ഞപ്പോഴേ ഡോക്ടർക്ക് സംശയം. ഫർദർ ചെക്കപ്പിന് വിട്ടു. റിസൾട്ട് വന്നു, മകൾക്ക് ബോൺ ക്യാൻസർ. ഒരു വീട്ടിൽ തന്നെ അമ്മ, മൂത്ത മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് രണ്ടാമത്തെ മകൾ. ഈ മൂത്ത മകൾക്കും ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വല്ലാതെ പരിങ്ങലിലായി. സാമ്പത്തികമായി പ്രത്യേകിച്ചൊന്നുമില്ല. അവസാനം താമസിക്കുന്ന വസ്തുവിന്റെ ഒരു ഭാഗം വിറ്റു. ഈ സമയത്ത് വീണ്ടും മാഫിയയുടെ ആളുകൾ വരികയാണ് പെട്ടി നിറയെ പണവുമായിട്ട്. ഇത് വാങ്ങിച്ച് അങ്ങ് ഞങ്ങൾക്കൊരു സൈൻ ചെയ്ത് തന്നാ മതി, ചികിത്സയ്ക്കുള്ള പണം ഞങ്ങൾ തരാം. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആ പണം വേണ്ട. എൻ്റെ ഭാര്യയും മകളും നശ്വരമായി ലോകം വിട്ടുപോയാലും എൻ്റെ കർത്താവിനെ പടിചാരി മാറി നിൽക്കാൻ, അധാർമികമായ പ്രവൃത്തി ചെയ്യാൻ ഞാൻ തയ്യാറാകത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിചാരിക്കും
വിശുദ്ധ വേദപുസ്തകത്തിലാണ് വിശ്വാസ പുരുഷന്മാരെ കാണാൻ കഴിയുന്നെന്ന് അല്ല. 2020-ലും 2021-ലും ഒക്കെ ഇത്തരം വിശ്വാസത്തിൽ അടിയുറച്ച ഒത്തിരി മനുഷ്യർ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇരിക്കാടം വരെ വിറ്റാണ് ആ മനുഷ്യൻ മകളുടെയും ഭാര്യയുടെയും ചികിത്സ നിർവഹിച്ചത്. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുത്തി ഇവരെ ശുശ്രൂഷിക്കുന്നത്. ഈ മനുഷ്യൻ എടുക്കാവുന്ന അവധികളൊക്കെ എടുത്തു. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം, ദൈവത്തിന്റെ കൃപ ആ ഭവനത്തിൽ ഇറങ്ങി ആവസിച്ചു. അതുകൊണ്ട് എന്താ, പ്രത്യേകിച്ച് ഭാര്യയുടെ ക്യാൻസർ ഇനിഷ്യൽ സ്റ്റേജ് ആയിരുന്നെങ്കിലും മകളുടെ ക്യാൻസർ 3rd സ്റ്റേജ് ആയിരുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. ആ 2 പേരും സൗഖ്യത്തോടെ ഇരിക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ അനീതിയുടെ പണം വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെട്ടേനെ. പക്ഷേ ഞാൻ അതിനു നേരെ മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ട് എൻ്റെ ദൈവം എത്ര വില കൊടുത്താലും എത്ര പണം കൊടുത്താലും തിരികെ ലഭിക്കാത്ത എൻ്റെ മകളെ സൗഖ്യത്തോടെ എൻ്റെ കയ്യിലേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, തൻ്റെ പ്രിയപ്പെട്ട മകനെ മോറിയാമലയുടെ മുകളിൽ ബലിയർപ്പിക്കുവാൻ നിൽക്കുമ്പോൾ വൃക്ഷത്തിൽ നിന്ന് കുഞ്ഞാടിനെ ഉരുവാക്കാൻ കഴിയുന്ന ദൈവം സത്യദൈവമാണ്. രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിൽ വിശ്വാസമാണ് വലുതെന്ന്, കർത്താവാണ് വലുതെന്ന് ഹൃദയം കൊണ്ട് പ്രഖ്യാപിച്ച പുതിയ കാലത്തിന്റെ ഒരു ചിത്രമാണ് ഞാൻ വ്യക്തമാക്കിയ മനുഷ്യൻ. പറയും, ദൈവത്തിന് വേണ്ടി നിലനിന്നാൽ വിടുവിക്കുന്ന ഒരു കർത്താവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ നിൽക്കാനുണ്ടാകും. ഒരിക്കലും അന്യായം ചെയ്യരുത്, ഒരിക്കലും അനീതിക്ക് പിറകെ പോകരുത്. ജീവിതത്തിൽ ഏറ്റവും അധികം സ്ഥാനം കൊടുക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ വചനം 10 കൽപ്പനയിലൂടെയും കർത്താവിന്റെ വാക്കുകളിലൂടെയും നമ്മളെ ഓർപ്പിക്കുന്നു, നീ സൂക്ഷിക്കണം. എന്തിനാ സൂക്ഷിക്കേണ്ടത്? വിഗ്രഹാരാധനയെ. ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയെങ്കിലും അമിതമായി സ്നേഹിക്കുന്നെങ്കിൽ ഓർക്കുക, ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിന്റെ ജീവിതത്തിൽ വിഗ്രഹാരാധനയുണ്ടോ? ഇന്ന് ഈ രാത്രിയിൽ ഹൃദയം കൊണ്ട് പറയാൻ കഴിയണം, എൻ്റെ കർത്താവേ, നിന്നേക്കാൾ ഉപരിയായി ഒന്നിനെയും എനിക്ക് സ്നേഹിക്കാനില്ല. നിന്നേക്കാൾ ഉപരിയായി ഒന്നിനെയും എനിക്ക് സ്നേഹിക്കാനില്ല. സൂക്ഷിച്ചുകൊള്ളുവീൻ, വിഗ്രഹാരാധനയെ സൂക്ഷിച്ചുകൊള്ളുവീൻ. രണ്ടാമത് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്തിനെയാണ്? ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. ലോകത്തിന് അനുരൂപരാകാതെ സൂക്ഷിച്ചുകൊള്ളണം. ഇസ്രായേൽ ജനത്തെ ദൈവം ഓർമ്മിക്കുക. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യം എന്താ പറയുന്നത്? അതായത് ഇസ്രായേൽ മക്കൾ പോകുമ്പോൾ അവർ ചെല്ലുന്ന ദേശത്തെ കുറിച്ച് പറയുക, നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുക. കാരണം എന്താ? അവിടെ താമസിക്കുന്നത് അമ്മോന്യരും കനാന്യരും ഹിത്യരും യെബൂസ്യരും ഒക്കെയാണ്. അവര് വഴിവിട്ട ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതു ദേശത്ത് താമസിക്കുന്നോ ആ ദേശത്ത് താമസിക്കുമ്പോൾ ദേശക്കാരോട് കരുണ കാണിക്കണം, ദേശത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. എന്നാൽ അവരുടെ സംസ്കാരത്തോട് നീ ചേർന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി, നിന്റെ ഐഡന്റിറ്റി നീ പണയം വെക്കരുത്. നീ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തിന്റെ മൂല്യങ്ങൾ നീ കൊണ്ട് പണയം വെക്കരുത്. തലമുറകൾക്ക് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാ? ക്രിസ്ത്യാനിത്വത്തിന്റെ ഐഡന്റിറ്റി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാ. ഇന്നിപ്പം ലവ് ജിഹാദിനെ പറ്റിയൊക്കെ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്തറിയോ? അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു വസ്തുതയായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കൊച്ചുങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടുത്തെ മതവ്യത്യാസം എന്താണെന്നുള്ളത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാ ജീവിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം മറ്റു മതക്കാരും നമ്മളുമെല്ലാം ഒരുപോലെ, ഞാൻ പറയും, മതജീവിതത്തിൽ ഈ വ്യത്യാസം കാണാത്തത് കൊണ്ട് ഏത് തെരഞ്ഞെടുത്താലും കുഴപ്പമില്ലെന്നൊരു ബോധം പുതിയ തലമുറയുടെ മനസ്സിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായി എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ സന്താനങ്ങൾ കണ്ടു പഠിക്കണം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. അവൻ ഈ ലോകത്തോട് അനുരൂപമായി കൊണ്ടല്ല ജീവിക്കേണ്ടത്.
ഈ അടുത്ത സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. റോഡിൽ കൂടെ ആനയും കൊണ്ടുപോയ ചെറുപ്പക്കാരനായ പാപ്പാൻ ആനയെ അവിടെ നിർത്തിയിട്ട് റോഡരികിൽ കണ്ട ഒരു ക്രൈസ്തവ ഭവനത്തിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. ഈ വെള്ളം കൊടുത്ത് 7 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ പെങ്കൊച്ച് പാപ്പാന്റെ കൂടെ ഒളിച്ചോടി. എന്താ സംഭവിക്കുന്നേ? നമ്മുടെ തലമുറകൾക്ക് എന്താ പറ്റുന്നത്? നമ്മൾ ഓർക്കണം, നമ്മൾ ഐഡന്റിറ്റി നിലനിർത്താൻ ദൈവം സൂചിപ്പിക്കുക, നീ ക്രിസ്ത്യാനിയായി ജീവിക്കണം. നീ എല്ലാവരോടും ജീവിച്ചോ, എല്ലാവരോടും കരുണ കാണിച്ചോ, എല്ലാവരോടും സഹകരിച്ചോ, എല്ലാവരോടും നീ ഇടപെട്ടോ. പക്ഷെ ഒരു കാര്യം, നിന്റെ വിശ്വാസത്തെ, നിന്റെ ഐഡന്റിറ്റിയെ നീ ഒരിക്കലും പണയം വെക്കരുത്. ഈ ഒരു ബോധ്യമുണ്ടാകണം. എന്തുകൊണ്ടാ ആ ബോധ്യം ഉണ്ടാകേണ്ടത്? മാമോദിസ ക്രമത്തിൽ പറയുന്നുണ്ട്, കൊച്ചിനെ മാമോദിസ മുക്കുമ്പോൾ, എന്തെന്നാൽ ഇത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, പിന്നെ എന്താകുന്നു എന്നാ പറയുന്നേ? ദൈവത്തിന്റെ ആലയമാകുന്നു. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, എന്തെന്നാൽ ഇത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, പിശാചുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടമല്ല ഇത്, പിന്നെ എന്താ? ദൈവത്തിന്റെ ആലയമാ. ഈ ബോധ്യം അതൊരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റിയാ. ഓരോ കുഞ്ഞിനെയും വളർത്തേണ്ടത് നീ ദൈവ മന്ദിരമാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാ. പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞെന്തറിയോ? അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറഞ്ഞതാ. ചില നിമിഷം അദ്ദേഹം വിഖ്യാതനായ എഴുത്തുകാരനാ. നെരൂദ കാവ്യലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാ. അദ്ദേഹം തന്നെ ചെറുപ്പകാലത്തെ പറ്റി പറയുക, ഒരു വശത്ത് കവിതയുടെയും എഴുത്തിന്റെ ആവേശം, മറുവശത്ത് തെറ്റിലേക്ക് പോകാനുള്ള വല്ലാത്ത ആവേഗം ഒരു വശത്തുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, ഞാൻ തെറ്റിലേക്ക് പോയില്ല. കാരണം ഞാൻ തെറ്റു ചെയ്യാനായിട്ട് പോകുമ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. എന്തൊക്കെ ഓടി വരുന്നത്? അദ്ദേഹം പറയുക, എൻ്റെ പള്ളിയിലെ അൾത്താരയിൽ എരിയുന്ന മെഴുകുതിരി. 2, എനിക്ക് വേണ്ടി വീട്ടിൽ കരയുന്ന എൻ്റെ അമ്മ. ഇത് 2ഉം ഓർക്കുമ്പോൾ, തെറ്റിലേക്ക് പോകാൻ ഞാൻ തയ്യാറാകുമ്പോൾ, ഇത് 2ഉം എന്നെ തെറ്റിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഐഡന്റിറ്റി പണയം വെച്ച ഭവനങ്ങളിൽ തലമുറകളൊക്കെ ആശയക്കുഴപ്പത്തിലാണ്. എന്താ ഈ ഐഡന്റിറ്റി? മാമോദിസ ക്രമത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? ക്രിസ്തുവിന്റെ ഭടന്മാരോട് ചേർക്കപ്പെടുവാൻ. മാമോദിസ മുങ്ങിയപ്പോൾ നമ്മൾ എവിടെ ചേർന്നു? ആർമി ചേർന്നു. ആരുടെ ആർമിയിലാ ചേർന്നേ? ക്രിസ്തുവിന്റെ ആർമി ചേർന്നു. നമ്മളൊക്കെ സോൾജിയേഴ്സാ, പട്ടാളക്കാരാ. നമുക്കറിയാം, പട്ടാളക്കാർക്ക് നമ്മുടെ കൂട്ടി ജീവിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. കാരണം എന്താ? ലഡാക്കിലും ഉദംപൂരിലും ഒക്കെ കിടക്കുന്ന പട്ടാളക്കാര് ഇന്ന് രാത്രി മുതൽ നമ്മുടെ കൂട്ട് ഉറങ്ങി നോക്കട്ടെ. നാളെ ഇവിടെ ആര് കാണും? ശത്രുക്കൾ കാണും. പട്ടാളക്കാർക്ക് നമ്മുടെ കൂട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. 2, നമ്മുടെ കൂട്ടി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ചിട്ടയായ ചില ക്രമമുണ്ട്, എക്സസൈസ് ഉണ്ട്, പരിശീലനമുണ്ട്. ഇതൊക്കെ ആർമിയുടെ ലക്ഷണമാ. പരിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ എവിടെ ചേർന്നിരിക്കുക? ആർമിയിൽ അംഗങ്ങളായിട്ട് മാറിയിരിക്കുകയാ. ആരുടെ ആർമിയാ? ക്രിസ്തുവിന്റെ ആർമി. ക്രിസ്തുവിന്റെ ആർമിപ്പെട്ടവനാ ബോധമില്ലാതെ ജീവിക്കുന്നേ. ക്രിസ്തുവിന്റെ ആർമിപ്പെട്ടവനാ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കുന്നേ. ക്രിസ്തുവിന്റെ ആർമിപ്പെട്ടവനാ അവന്റെ ക്രിസ്ത്യാനിത്വത്തെ ഇല്ലാതാക്കുന്നേ. ഇവിടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അവൻ നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കൊരു അപ്പോസ്തോലിക് ഡ്യൂട്ടി ഉണ്ട്. വി ആർ സെപ്പറേറ്റഡ് വൺ. അപ്പോസ്തോലന്മാരെന്ന് പറഞ്ഞാൽ 12 പേര് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അപ്പോസ്തോലികത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാ. എന്തുകൊണ്ടാ? ക്രിസ്തുവിൽ ആഴപ്പെട്ടവരെയാണ് അവൻ ക്രിസ്തുവിനെ മിഷൻ ചെയ്യുവാനായിട്ട് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ലോകത്തിന് അനുരൂപമാകാതെ നമ്മൾ ജീവിക്കണം. കാരണം അവൻ അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഗ്രീക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം ഇതാണ്. നൽകുക എന്നതിനെ കുറിക്കുന്ന പദം ദിദിമോയ് എന്ന് പറഞ്ഞ പദമാണ്. നൽകുക എന്നതിനെ കുറിക്കുന്ന പദം ദിദിമോയ് എന്ന് പറഞ്ഞ പദമാണ്. നമ്മളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അതിന് ഈ പദം ഉപയോഗിക്കാൻ പറ്റത്തില്ല.
കാരണം എന്താ? നമുക്കുള്ളതിൽ നിന്ന് ഒരു അംശമേ കൊടുക്കത്തുള്ളൂ. പക്ഷേ ക്രിസ്തു ദൈവം നമുക്ക് തന്നെ എങ്ങനെയാ? സൂപ്പർലേറ്റീവായിട്ടുള്ള നൽകലാണ്. സൂപ്പർലേറ്റീവായിട്ടുള്ള നൽകലാണ്. അതുകൊണ്ടാ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനെ നൽകി എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പദം ദിദീമോ എന്ന് പറഞ്ഞ വാക്കാണ്. സൂപ്പർലേറ്റീവാ. അതിനപ്പുറത്ത് ഇനി ഒന്നും നൽകാനില്ല. ക്രിസ്തു തന്റെ പ്രാണൻ നൽകി. അതിനപ്പുറത്ത് ഇനി ഒന്നും നമുക്ക് നൽകാനായിട്ടില്ല. സൂപ്പർലേറ്റീവായിട്ടാണ് ദൈവം നമുക്ക് നൽകിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ മിഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ അപ്പോസ്തോലികത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ മിഷനുള്ള ഉത്തരവാദിത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ചുറ്റുവട്ടങ്ങളൊക്കെ വളരെ സമൃദ്ധമാ. പക്ഷേ അതുപോലെ ജീവിക്കാൻ വേണ്ടി അല്ല ഒരു ക്രിസ്ത്യാനിയെ വിളിച്ച് വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇന്ന് ഒരു ക്രിസ്ത്യാനിയുടെ ഭാഷ എങ്ങനെയാ? ലോകത്തിന്റെ ഭാഷയ്ക്ക് തുല്യമല്ലേ? ഇതെങ്ങനെയാ തിരിച്ചറിയുന്നത്? പുരോഹിതന്മാരായ ഞങ്ങളുടെ ഭാഷ എങ്ങനെയാ? എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? പഴയ കാലത്ത് ഒരു ക്രിസ്ത്യാനി അവന്റെ വാക്കുകൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. അവൻ ഇട്ടിരിക്കുന്ന കുപ്പായത്തിനനുസൃതമായി ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഇത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ അടുത്ത സമയത്ത് ഒരു പള്ളിപ്പെരുന്നാളിനോട് ചേർന്ന DJ, ഇലക്ഷന് ജയിച്ചപ്പോൾ DJ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ജയം ആഘോഷിക്കാൻ DJ നടത്തി. കള്ളക്കടത്ത് നടത്താൻ DJ നടത്തി. പള്ളിപ്പെരുന്നാളിന്റെ കൂടെയും DJ. ക്രിസ്ത്യാനി നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുകയാ. ക്രിസ്തുവിന്റെ മക്കളായ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ പണയം വെക്കുകയാ. അവിടെയാണ് നമുക്ക് നമ്മുടെ തലമുറ ചോർന്നു പോകുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ തലമുറ ഇല്ലാതായി പോകുന്നത്. എന്നിട്ട് ഘോരഘോരം പറയുക ലവ് ജിഹാദ് എന്ന്. അടിസ്ഥാന കാരണം എന്താ? ക്രൈസ്തവ ജീവിതം എന്താണെന്ന് വീട്ടിൽ കാണിച്ചു കൊടുക്കേണ്ടവർ, ക്രൈസ്തവ ജീവിതത്തെ പറ്റിയുള്ള ബോധ്യം കാണിച്ചു കൊടുക്കേണ്ടവർ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇടപെടൽ എങ്ങനെയാ? സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന പദമുണ്ട്, വെബ്കൂഫ്. പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന പദമാ വെബ്കൂഫ്. എന്താ? എന്ത് കണ്ടാലും ചാടി വീണ് സത്യമാണോ ശരിയാണോ മിഥ്യയാണോ എന്നറിയാതെ പ്രതികരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത് വെബ്കൂഫ്. വെബ്കൂഫുകളായി എത്ര പൗരോഹിത്യ നേതൃത്വമുണ്ട് നമുക്കിന്ന്? നമ്മൾ ഓർക്കുക, നമ്മൾ ആലോചിക്കുക, സ്വയം തിരുത്തണ്ടേ? ക്രൈസ്തവ പിതാക്കന്മാരുടെ ഭാഷ അങ്ങനെയാണോ വേണ്ടത്? പുരോഹിതന്റെ ഭാഷ അതാണോ വേണ്ടത്? അൽമായ നേതൃത്വത്തിന്റെ ഭാഷ ഇങ്ങനെയാണോ വേണ്ടത്? കർത്താവ് വിളിച്ചേക്കുന്ന വെബ്കൂഫുകളാവാനല്ല. ക്രൈസ്തവരമായൊരു ഉത്തരവാദിത്വം നമുക്ക് ഈ സമൂഹത്തോട് നിറവേറ്റാനുണ്ട്. ഹിത്യരുടെ ഭാഷ അല്ല, മോവാബിയുടെ ഭാഷ അല്ല, അമ്മോന്യരുടെ ഭാഷ അല്ല. ഞാൻ നിനക്കൊരു ഭാഷ തന്നിട്ടുണ്ട്. എൻ്റെ ജനത്തിന് ഞാനൊരു ഭാഷ തന്നിട്ടുണ്ട്. ആ ഭാഷയിൽ നിന്ന് നീ വ്യതിചലിച്ചു പോകുന്നെങ്കിൽ, ആ ഭാഷയിൽ നിന്ന് നീ അകന്നു പോകുന്നെങ്കിൽ നീ തിരിച്ചു വന്നേ മതിയാകൂ. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം. ലോകത്തിന് അനുരൂപരാകാതെ സൂക്ഷിച്ചു കൊള്ളണം. ചുറ്റുവട്ടങ്ങളിൽ എല്ലാവരോടും സഹകരിച്ച് ജീവിക്കുക. പക്ഷേ ഒരു ക്രൈസ്തവൻ തൻ്റെ ഐഡന്റിറ്റി പണയം വെച്ച് പോകരുത്. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. തലമുറകൾക്ക് കൊടുക്കേണ്ടത് അതാണ്. അപ്പൊ വിഗ്രഹാരാധനയെ സൂക്ഷിക്കണം. ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത് കപടഭക്തിയെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കപടഭക്തിയെ സൂക്ഷിച്ചുകൊള്ളുവീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്താ? അവർക്ക് വേഷമുണ്ട്, പൊടിപ്പുണ്ട്, തൊങ്ങലുണ്ട്, ഉള്ളിലൊന്നുമില്ല. കർത്താവ് പറയുക ശിഷ്യന്മാരോട്, യുവന്മാരെ സൂക്ഷിച്ചോണം. ഇതല്ല മോഡൽ. ഇത് കപടഭക്തിയല്ല. ആരാ കപടഭക്തൻ? വേഷമുണ്ട് അല്ലേ? നമുക്കൊക്കെ വേഷമുണ്ട്.
പക്ഷെ ഹൃദയത്തിൽ ക്രിസ്തു ചോർന്നു പോയവനൊക്കെ ആരാണ്? കപടഭക്തനാണ്. കണ്ടാ ക്രിസ്ത്യാനിയുടെ കൂട്ടിരിക്കും, അല്ലേ? ചില ചൈനയുടെ സാധനം പോലെ ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനൽ ഇല്ല, ഡ്യൂപ്ലിക്കേറ്റാ. മനുഷ്യൻ കാണിക്കാൻ വേണ്ടിയാ കപടഭക്തി നടത്തുന്നേ, കാണിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങളെ ഈ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുന്നത് കൊട്ടിഘോഷിച്ചൊന്നും വേണ്ട, നിങ്ങളുടെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി ചെയ്യണ്ട. ഏതെങ്കിലും 2 ബുക്കും കൊടുക്കും, 150 വാട്സപ്പിൽ ചിത്രവും കൊടുക്കും, അല്ലേ? നടക്കാൻ വയ്യാത്തവനൊരു വീൽ ചെയറും കൊടുക്കും, ഒരു 250 സോഷ്യൽ മീഡിയയിൽ പരസ്യവും കൊടുക്കും. കർത്താവ് പറയുന്നു, നീ കൊടുക്കുന്നത് നിന്റെ നീതി വെളിപ്പെടുത്താൻ വേണ്ടിയല്ല, നിന്റെ ഭക്തി ലോകത്തെ കാണിക്കാൻ വേണ്ടിയല്ല. പിന്നെ എങ്ങനെയായിരിക്കണം? ഓർക്കുക, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, അവർ തങ്ങളുടെ പ്രവൃത്തിയെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. അവർ തങ്ങളുടെ പ്രവൃത്തിയെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. നമ്മുടെ ഭക്ത ജീവിതം മനുഷ്യനെ കാണിക്കാൻ വേണ്ടി അല്ല. നമുക്കറിയാം, ഈ അകം പൊള്ളയാകേന നമ്മൾ പറയുന്നത് പാട്ട് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം, പൊള്ളയായ പാട്ട് അതിൽ തട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? ശബ്ദം ഉണ്ടാകും. ഇന്ന് കാണുന്ന മൊത്തം ഈ കോലാഹലവാ, ഇന്ന് കാണുന്ന മൊത്തം ഈ ബഹളവാ, ഇന്ന് കാണുന്നത് മൊത്തം ഇത്തരം അനുഭവ. എന്നാൽ അകക്കാമ്പുള്ളവരായി മാറുവീൻ, ഹൃദയത്തിൽ ഭക്തിയുള്ളവരായി മാറുവീൻ. കാണിക്കാൻ വേണ്ടിയല്ല. നമ്മൾ റോഡിൽ കൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോവുമല്ലോ, അല്ലേ? ഈ വഴി വെച്ചേക്കുന്ന ക്യാമറ വരുമ്പോൾ എങ്ങനെയാ ഓടിക്കുന്നേ? വഴി വെച്ചിരിക്കുന്ന ക്യാമറ വരുമ്പോൾ എങ്ങനെയാ ഓടിക്കുന്നേ? പെട്ടെന്ന് സ്പീഡ് ലിമിറ്റ് വന്ന് മര്യാദ രാമനായി കുത്തിയിരുന്ന് എന്തോടിക്കും? കൃത്യമായിട്ട് വണ്ടി ഓടിക്കും. ആരെ കാണിക്കാൻ വേണ്ടിയാ? ആരെ കാണിക്കാൻ വേണ്ടിയാ? അധികാരികളെ കാണിക്കാൻ വേണ്ടി. അയ്യോ, പള്ളി വരുന്ന വരവ് കാണണം. ഈ ക്യാമറയുടെ മുമ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഇന്ന് ക്രിസ്ത്യാനി എവിടെ വരുന്നത്? പള്ളി വരുന്നത്. 4 പേരെ കാണിക്കണം, ലോകത്തിന് മുമ്പിൽ ഞാൻ ഭക്തനാന്നറിയണം. വേഷമൊക്കെ എത്ര പവിത്രമായിരിക്കും, എത്ര മര്യാദരാമനായിട്ടായിരിക്കും. ഇവിടെ നമ്മൾ ഓർക്കണം, നിനക്ക് അകക്കാമ്പില്ലെങ്കിൽ നിനക്ക് ഭക്തന്റെ വേഷം മാത്രമേ ഉള്ളൂ. പരിമല തിരുമേനയുടെ വേഷം ഇട്ടുകൊണ്ട് പരിമല തിരുമേനിയാവൂ? ആകൂ? ആകത്തില്ല. കാരണം എന്താ? പരിമല തിരുമേനയുടെ അകക്കാമ്പിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വേഷത്താലല്ല, ഉൾക്കാമ്പിലാണ് ഒരു ഭക്തൻ ഉണ്ടാകേണ്ടത്. വേഷത്തിലല്ല, അകക്കാമ്പിലാണ് ഒരു ഭക്തൻ ഉണ്ടാകേണ്ടത്. ഒരുപക്ഷെ വേഷം കെട്ടലുകാരെ ലോകം നോക്കും, എന്നാൽ ദൈവം നോക്കുന്ന നേരെന്നറിയാമോ? 12-ാം സങ്കീർത്തനം 1-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് ഭക്തന്മാരെയാണ്, കപടന്മാരെ അല്ല. അതുകൊണ്ട് പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച വീഞ്ഞിനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വേഷം കെട്ടാൻ വേണ്ടി പള്ളി വരണ്ട, വേഷം കെട്ടാൻ വേണ്ടി ആരാധിക്കണ്ട. ഈ വേഷം കെട്ടി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഈ അടുത്ത സമയത്ത് കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. ആ ചെറുപ്പക്കാരൻ വിദേശ രാജ്യത്താ, ഒരുവിധപ്പെട്ട നല്ല സാലറിയൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞുമുണ്ട് അവന്. അവൻ കിട്ടുന്ന മുഴുവൻ പണവും ഭാര്യയുടെ പേർക്ക് അയച്ചു കൊടുക്കും. അവൻ വരുമ്പോഴെല്ലാം ഇഷ്ടംപോലെ ആഭരണങ്ങൾ സ്വർണ്ണമെല്ലാം കൊണ്ടുവരും, അതെല്ലാം അവളെ ഏൽപ്പിക്കും. 6 വർഷം കഴിഞ്ഞപ്പോ അവൾ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. പോയെന്ന് മാത്രമല്ല, ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി. അവൻ അധ്വാനിച്ച 6 വർഷം കൊണ്ട് അവൻ അധ്വാനിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും കൊണ്ടുപോയി. അവസാനം അവൻ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടി വന്നു. അവളോട് പലതവണ അവൻ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. പക്ഷേ അവന് ആ കുഞ്ഞിനോടുള്ള സ്നേഹം വളരെ വലുതായിരുന്നു. അവളോട് പൊറുക്കാൻ അവൻ തയ്യാറായിരുന്നു. പക്ഷേ അവൻ ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തുമായി അവൾ അഭിനയിക്കുകയായിരുന്നു, ഭാര്യയായി അഭിനയിക്കുകയായിരുന്നു. അവൾ പോയി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന്
അവൾ തളർന്നുപോയി. കൊണ്ടുപോയവൻ കളഞ്ഞിട്ട് പോയി. പിന്നെ ഈ കൊച്ചും അവളും, ഈ പാവൻ ചെറുപ്പക്കാരൻ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. അവളെയും മടക്കി കൊണ്ടുവന്ന്, ഇപ്പൊ വീൽ ചെയറില്ല, അവൻ കൊണ്ടുപോയി ചികിത്സിച്ചു, അവൻ നോക്കി, അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലും ഓർമ്മ വന്നു, നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഇതുപോലെ. ദൈവം തമ്പുരാൻ എല്ലാം തന്ന് നമ്മളെ പോറ്റിക്കൊണ്ടിരിക്കുക, എല്ലാം തന്ന് നമ്മളെ സേവിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ആരെ കൂടാ പോന്നേ? എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ആരെ കൂടാ പോന്നേ? പക്ഷേ നീ വീഴുന്ന നിമിഷവും, നീ തളർന്നു പോകുന്ന നിമിഷവും നിനക്കരുതുവാൻ, എല്ലാം മറന്ന് കരുതുവാൻ കർത്താവുണ്ട്. നമ്മൾ ലോകത്തെ അല്ല പറ്റിക്കുന്നേ. ആരെയാ പറ്റിക്കുന്നത്? നീ കപടവേഷധാരിയായി ആരെയാ പറ്റിക്കുന്നത്? ദൈവത്തെയാണ് പറ്റിക്കുന്നത്. ദൈവത്തെയാണ് പറ്റിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ ലോകത്തിന് മുമ്പിൽ നീ വേഷം കെട്ടുന്നു. ആരെ പറ്റിക്കുന്നു? ദൈവത്തിന്റെ മുമ്പിൽ. അതുകൊണ്ടാ രണ്ട് കൈയോടെ പിടിച്ചു വരുമ്പം ചൊല്ലുന്നുണ്ട്, ഹൃദയ വിചാരങ്ങൾ അറിയാത്തവന്റെ മുമ്പാകെ അല്ല, അറിയുന്നവന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞു വിടുകയാണ്, എന്താണ്? നീ കാപടതയോടെ ജീവിക്കരുത്, കാപട്യത്തോടെ ജീവിക്കരുത് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കാപട്യത്തെ സൂക്ഷിച്ചു കൊള്ളുവാൻ, ഈ ലോകത്തെ ചുറ്റുവട്ടങ്ങൾ രൂപപ്പെടുന്ന കപടതകളെ സൂക്ഷിച്ചു കൊള്ളുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നാലാമത് ഉള്ളിലെ വെളിച്ചം കെടാതിരിപ്പാൻ സൂക്ഷിക്കുവീൻ. ഉള്ളിലെ വെളിച്ചം കെടാതിരിപ്പാൻ സൂക്ഷിക്കുവീൻ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. നമ്മുടെ ഉള്ളിൽ വെട്ടമുണ്ടോ? ഉണ്ടോ? ആരാ തീ കത്തിച്ചേ? വിശുദ്ധ മാമോദീസായിൽ നമ്മുടെ ഉള്ളിൽ അഗ്നി ഇട്ടിട്ടുണ്ട്. നമ്മുടെ പ്രകാശത്തിന്റെ പുത്രനും പ്രകാശത്തിന്റെ പുത്രിയുമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ തീ എവിടെ ഇട്ടിട്ടുണ്ട്? ഹൃദയത്തിലിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ മക്കൾക്ക് സംഭവിക്കുന്ന അപജയമാണ് മാമോദീസയിലൂടെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിന്റെ തീ കെട്ടുപോകുന്നു. കാരണം എന്താ? നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളൊന്ന് ആലോചിച്ചേ. ദൈവം നിത്യജീവിതത്തിൽ തൊടുവാൻ തക്കവണ്ണം നമ്മളിലൊരു വിശുദ്ധി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മോശയുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. മോശ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ, ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയാൽ വളർത്തപ്പെട്ടവൻ. അന്നേരമാണ് രണ്ടു പേര് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നേ. പ്രോബ്ലം പരിഹരിക്കാനാ ആര് ചെല്ലുന്നത്? മോശ മീഡിയേറ്ററായിട്ടാ ചെല്ലുന്നേ. പക്ഷേ പ്രോബ്ലത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മോശ പക്ഷം ചേർന്നു, വികാരം കൊണ്ടു, ഒരുത്തനെ തല്ലിക്കൊന്നങ്ങ് കുഴിച്ചിട്ടു. ഇപ്പോഴത്തെ മീഡിയേഷനൊക്കെ ഇങ്ങനെ. മീഡിയേഷന് വിളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മീഡിയേഷൻ നിന്ന ആളങ്ങ് പക്ഷം ചേരും, വികാരം കൊണ്ട് ജ്വലിക്കും, ഒരുത്തനെ തകർത്ത് മുന്നേറാൻ ശ്രമം നടത്തും. മോശയുടെ 1-ാം ഘട്ടം അവിടെയായിരുന്നു. ഇതേ മോശയാണ് ഇസ്രായേൽ ജനത്തെ വഴി നടത്താൻ ആര് വിളിച്ചത്? തമ്പുരാൻ വിളിച്ചത്. ഇത്രയും ലക്ഷം ജനത്തെ കൊണ്ട് പോകുമ്പോൾ എന്തെല്ലാം പ്രോബ്ലം ഉണ്ടാകും. ഈ പ്രോബ്ലത്തിന്റെ നടുവിലെല്ലാം മധ്യസ്ഥൻ ആരായിരുന്നു? മോശയായിരുന്നു. പിന്നീട് മോശ ഇങ്ങനെ വികാരം കൊണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അതപ്പതിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? പോയത് ദൈവം തൊട്ട മോശയാണ്, ദൈവം സ്പർശിച്ച മനുഷ്യനാണ്. അവൻ ഫറവോന്റെ പുത്രിയുടെ രാജകുമാരിയുടെ മകനായിട്ട് പോകുമ്പോൾ അവനെ ദൈവം തൊട്ടിട്ടില്ല. അവന്റെ ഹൃദയത്തിൽ തീയില്ലായിരുന്നു. എന്നാൽ ദൈവം തൊട്ട മോശ സമാധാനത്തിന്റെ പുത്രനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ,
നമ്മളെ നമ്മുടെ ദൈവം തൊട്ടിട്ടുണ്ട്. അഗ്നി നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഉള്ളിലെ വെളിച്ചം കെട്ടുപോയോ? ഉള്ളിലെ വെളിച്ചം ഇല്ലാതെ പോയോ? നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. ഈ വെളിച്ചം കെട്ടുപോകുമ്പോഴാ നമുക്ക് ഭയം ഉണ്ടാകുന്നേ, നമുക്ക് പേടി ഉണ്ടാകുന്നത്. ഈ വെളിച്ചം കെട്ടുപോകുമ്പോഴാ. അതുകൊണ്ടാ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായത്തില് കർത്താവ് രാത്രിയുടെ 4-ാം യാമത്തിൽ ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. കടലിന്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ടാണ് ചെല്ലുന്നത്. ശിഷ്യന്മാർ പറഞ്ഞെന്താ അറിയോ? ദേ വരുന്നു. ആര് വരുന്നു? ഭൂതം വരുന്നു. ദേ വരുന്നു. ആര് വരുന്നു? ഭൂതം വരുന്നു. പിന്നീട് അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും, ഞാനാ. കർത്താവാണെന്ന് ബോധ്യം വന്നപ്പോൾ ആര് ചാടി? പത്രോസ് ചാടി. പക്ഷേ വെള്ളത്തിന്റെ മേലെ വന്നപ്പോൾ കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റ് കണ്ട് ആര് ഭയപ്പെട്ടു? പത്രോസ്. കർത്താവ് അവനെ കൈ പിടിച്ചു കയറ്റെന്നാ പറയുന്നത്. കർത്താവ് അവനെ കൈ പിടിച്ചുയർത്തി. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഉള്ളിലെ വെളിച്ചം കെട്ടുപോകുമ്പോഴാ നമുക്ക് എന്തുണ്ടാകുന്നത്? ഭയമുണ്ടാകുന്നത്. കാറ്റ് കാണുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാ അതിന് പറയുന്നത് സൈക്കോസോമാറ്റിക് സിൻഡ്രോം എന്നാ പറയുന്നത്. നമ്മളിലൊക്കെ ഈ കുഴപ്പമുണ്ട്. നമ്മളൊക്കെ ഭയന്നാ ജീവിക്കുന്നേ. എത്രമാത്രം ഭയമാണെന്നറിയോ? ഇപ്പൊ ഏറ്റവും വലിയ ഭയം എന്തിനെ കുറിച്ചാണെന്നറിയാവോ? എന്തിനെ കുറിച്ചാ? കൊച്ചുങ്ങളുടെ പരീക്ഷയെ പറ്റിയ, അല്ലേ? അമ്മമാരുടെ അപ്പന്മാരും ഒക്കെ ഉറങ്ങിയിട്ട് ഒത്തിരി കാലമായി, കുറച്ചേറെ ദിവസമായി. കാരണം എന്താ? ഉറക്കം വരുന്നില്ല. കൊച്ചുങ്ങളെക്കാട്ടി കൂടുതൽ ഉത്കണ്ഠ എന്താ? ആർക്കാ? ഉടയ തമ്പുരാൻ പറയുന്നുണ്ട്, അമിതമായ ഉത്കണ്ഠ പാപമാണെന്ന് പറയുന്നുണ്ട്. അമിതമായ ഉത്കണ്ഠ. നമ്മൾ ഈ സംഭവിക്കാത്തത് കൂടി മനസ്സിൽ കണ്ടു ഓർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേടിക്കുന്നത്, അല്ലേ? നമ്മളെല്ലാം പേടിക്കുന്നത് അങ്ങനല്ലേ? യാഥാർത്ഥ്യത്തെക്കാട്ടി കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കും. ഈ അടുത്ത സമയത്ത് ഒറ്റ മോനേ ഉള്ളൂ. മോൻ കാനഡയിൽ പഠിക്കാൻ പോയി. പഠിക്കാൻ വിട്ടു കഴിഞ്ഞ അപ്പന്റെ മനസ്സിൽ അങ്ങ് ആവി കയറി. അയ്യോ, ഒറ്റ മോനേ ഉള്ളൂ, അവൻ കാനഡയിൽ പോയി പഠിക്കാൻ പോയി. ഇനി അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടും. അവിടെ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിൽപ്പെട്ട പെണ്ണിനെ കെട്ടും. അവനങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല. എൻ്റെ കല്ലറയിലെ മെഴുകുതിരി കത്തിക്കാൻ ആരും കാണത്തില്ല. എൻ്റെ വംശം തന്നെ കുത്തിയേറ്റി പോവും. ഈ മനുഷ്യൻ അങ്ങ് വിഭ്രാന്തിയായി. ആലോചിച്ച് ഈ മനുഷ്യൻ ഒരു രാത്രി വീട് തുറന്ന് പുറത്തിറങ്ങി റെയിൽവേ പാളത്തിൽ വന്ന് തലയും വെച്ച് കിടക്കുക. എന്തായാലും ഓടയ തമ്പുരാന്റെ കരണമുണ്ട്. റെയിൽവേ ലൈൻമാൻ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. ഈ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം കൗൺസിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിൽ ചെയ്തപ്പോഴാ പറയുന്നത്, എന്താ, എൻ്റെ മകൻ കാനഡയിൽ പോയി, ഇനി പഠിച്ച് ജോലി കിട്ടുമെന്നും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു മദാമയെ കല്യാണം കഴിക്കുമെന്നും കല്യാണം കഴിച്ചാൽ അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമെന്നും അവനില്ലാതെ വന്നാൽ ഞാൻ ചാകുമ്പോൾ എൻ്റെ അടുത്ത് ആരും കാണത്തില്ലെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിലൊരു കുർബാന നടത്തിക്കാൻ നാട്ടിലാരുമില്ലെന്നും കല്ലറയിലെ മെഴുകുതിരി കത്തിക്കാൻ ആരുമില്ലെന്നും ഒക്കെ ഉള്ള ബോധ്യം വന്നപ്പോഴാണ് ആര് മരിക്കാൻ ഇറങ്ങിപ്പോയേ? അപ്പൻ. ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന എത്ര. ഇതൊരു സൈക്കോസോമാറ്റിക് ഡിസോർഡറാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വെളിച്ചമില്ലാതെ പോകുന്നതിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ ഉള്ളിൽ വെളിച്ചം തന്നിട്ടുണ്ട് പരിശുദ്ധ മാമോദീസയിലൂടെ. ആത്മീയ ജീവിതത്താൽ അതിനെ ഒന്ന് ശക്തമാക്കി എടുക്കാൻ നമുക്ക് കഴിയണം. മലയാളത്തിൽ മുല്ലനേഴി എന്ന് പറയുന്ന കവിയുണ്ട്. അദ്ദേഹം എഴുതുന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ എഴുതുന്ന ഇങ്ങനെ, ആ കവിതയുടെ പേരിതാണ് ഉപ്പുകല്ല്. ഉപ്പുകല്ലെന്ന് പറയുന്ന കവിതയിൽ മുല്ലനേഴി കുറിക്കുന്നത് ഇങ്ങനെയാ: നല്ലതെന്നേ ചിലക്കാറുള്ളൂ, വല്ലായ്മ വന്നു കൺപൊത്തിയാലും. നല്ലതെന്നേ ചിലക്കാറുള്ളൂ, വല്ലായ്മ വന്ന് കൺപൊത്തിയാലും. എത്ര ദുരന്തം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും നന്മയോടെ അതിനെ നേരിടാൻ കഴിയും. ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇയ്യോബ് എന്ന് പറയുന്ന കഥാപാത്രം വന്ന് നിറഞ്ഞങ്ങ് നിൽക്കുകയായിരുന്നു. ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഇയ്യോബ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. എത്രമാത്രം വേദന സഹിക്കുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാൻ കഴിയാതെ. കാരണം നല്ലതെന്നുള്ളവർക്ക് നല്ലതേ ചൊല്ലുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വെളിച്ചം സൂക്ഷിക്കണം. കാരണം സൂര്യൻ തൊടുമ്പോഴേ ചന്ദ്രന് നിലാവെളിച്ചം കൊടുക്കാൻ കഴിയൂ. സൂര്യൻ തൊടുമ്പോഴേ ചന്ദ്രന് നിലാവെളിച്ചം കൊടുക്കാൻ കഴിയൂ. നമുക്കും ഈ ലോകത്ത് വെളിച്ചം കൊടുക്കാൻ കഴിയണമെങ്കിൽ ദൈവം നമ്മളെ സ്പർശിക്കണം. ആ ഒരു ബോധ്യം
നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. ഒരു ചിന്ത കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്ന ആ ചിന്താ വിഷയം ഹൃദയത്തിന് ഓർപ്പിക്കണം. അടുത്തത് സൂക്ഷിക്കാൻ പറയുന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവെന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് മാറിപ്പോകാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ള ചിന്തയിൽ നിന്ന് മാറിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22-23 വാക്യം. കള്ളക്രിസ്തുക്കളും പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയും, അവർ വ്രതന്മാരെ തെറ്റിക്കും, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, എന്റെ യേശു രണ്ടാമത് വരും. ഈ വിശ്വാസത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയും മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോകരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് പിതാക്കന്മാർ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണത്തിൽ നമ്മളൊക്കെ ചേർന്ന് ചൊല്ലുന്നില്ലേ? എന്താ ചൊല്ലുന്നത്? പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു. ഒന്ന് ചൊല്ലിയേ. വിശ്വാസ പ്രമാണത്തിന്റെ എന്തിനു വേണ്ടി നോക്കി പാർക്കുന്നു എന്നാ പറയുന്നേ? എന്തിനു വേണ്ടിയാ നോക്കി പാർക്കുന്നേ? കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്ന അനുഭവം. എന്റെ ജനം ഈ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റി പോകരുത്. അത് പൗരസ്ത്യ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ്. അതുകൊണ്ടാ നമ്മൾ എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നേ? കിഴക്കോട്ട് അല്ലെ? മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ ആരുടെ വരവാകും? മനുഷ്യപുത്രന്റെ വരവാകും. യേശുവേ, നീ രണ്ടാമത് വരുമ്പോൾ നിന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കം എനിക്ക് നൽകണമേ. ഈ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകരുതേ. എന്തിന്? ഒരു മൃതശരീരം ഒരുക്കി കിടത്തുമ്പോൾ പോലും എങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് കിടത്തുന്നത്? കിഴക്കോട്ട് നോക്കിക്കൊണ്ട്. എത്രമാത്രം പ്രത്യാശയാണ് പൗരസ്ത്യ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു രണ്ടാമത് വരുമോ എന്ന് നമുക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നീ സൂക്ഷിച്ചു കൊള്ളണം. വിശുദ്ധ വേദപുസ്തകം പറയുക, അങ്ങൊരു ഡൗട്ട് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നീ സൂക്ഷിച്ചു കൊള്ളണം. അവിടെ നീ വഴിതെറ്റാനായിട്ട് പോവുകയാണ്. അവിടെ നീ വഴിതെറ്റുവാനായിട്ട് പോവുകയാണ്. അവിടെ നീ ഒരുങ്ങണം. പ്രളയം വരുന്നെന്ന് നോഹ പ്രസംഗിച്ചു, ആർക്കും വിശ്വാസമായില്ല. അവസാനം നോഹയുടെ പെട്ടകത്തിൽ നോഹയും കുടുംബവും മാത്രമായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങണം. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫെബ്രുവരി മാസം 2-ാം തീയതി മായൽത്തോ പെരുന്നാളായിരുന്നല്ലോ. ആ വൃദ്ധ ദമ്പതികളായ ശിമയോനും ഹന്നായും ഒരുങ്ങിയിരിക്കുന്ന അനുഭവം ഓർത്ത് നോക്കിക്കേ. എത്ര പേരവരെ പഴിച്ചു കാണും. ഇത്ര പ്രായത്തിലും മശിഹ വരുമെന്നുള്ള ആ പ്രതീക്ഷയിൽ കാത്തിരുന്നപ്പോ, മശിഹായെ കണ്ടേ ഞങ്ങൾ മരിക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോ ആ പ്രായമായവരെ സമൂഹം എത്രമാത്രം പഴിച്ചു കാണും. പക്ഷേ അതല്ല, ഞങ്ങൾക്ക് മശിഹായെ കാണണം, അവൻ വരും, അവനെ കാണാൻ കഴിയും. ഇതാണ് ശിമയോനെയും ഹന്നായെയും വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. നമ്മുടെ വിശ്വാസം അതായിരിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമ്മൾ അനുദപിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഈജിപ്തിലെ സന്യാസിനിയായ മറിയം എന്ന് പറയുന്ന സന്യാസിനെ പറ്റി എഴുതുന്നത് ഇങ്ങനെയാണ്. അവര് മരുഭൂമിയിൽ 48 വർഷം ജീവിച്ചവരാ. അവര് മരുഭൂമി വന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 17 കൊല്ലം അവർക്ക് സ്വസ്ഥതയില്ലായിരുന്നു. അതിന്റെ കാരണം എന്താ അറിയോ? അവരുടെ അലക്സാണ്ട്രിയയിലെ അവരുടെ പൂർവ്വകാല ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെ ഓർത്ത് അവർ വല്ലാതെ വേദനിച്ചു. അതിൽ നിന്ന് കരകയറുവാൻ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അവര് നിലത്ത് കവിണ്ണു വീണ് കിടന്നു എന്നാ പറയുന്നേ. എത്ര കൊല്ലം കിടന്നേ? 17 കൊല്ലം കിടന്നു ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ. അവർ 70-ാം സങ്കീർത്തനം 1-ാം വാക്യം നിരന്തരമായി 70-ാം സങ്കീർത്തനം, ദൈവമേ എന്നെ വിടുവിപ്പാൻ വരേണമേ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. 17 കൊല്ലം ഈ 70-ാം സങ്കീർത്തനം 1-ാം വാക്യം അവരുടെ പാപത്തെ ഓർത്ത് അവർ കരഞ്ഞു കിടക്കുകയായിരുന്നു. 17 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് നിവരുവാൻ തക്കവണ്ണം കൃപ കിട്ടിയത്.
അവർക്ക് തുച്ഛമായ ചില പാപങ്ങളൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അവരുടെ പാപം കടന്നു പോകാൻ 17 കൊല്ലം അവർ കമന്ന് കിടന്നു. നമ്മൾ കിടക്കുവാണെങ്കിൽ എത്ര കൊല്ലം കിടക്കേണ്ടി വരും? നമ്മൾ കിടക്കുവാണെങ്കിൽ എത്ര കൊല്ലം കിടക്കേണ്ടി വരും? 17 കൊല്ലം കിടന്ന് കർത്താവിനെ ധ്യാനിച്ചപ്പോഴാ. കാരണം അവരൊരുങ്ങുക എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവിന്റെ 2ാമത്തെ വരവിൽ ഉയർക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ 2ാമത്തെ വരവിൽ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവര് ഒരുങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ചോദിക്കുകയാണ്, നീ സൂക്ഷിക്കണം. കർത്താവ് 2ാമത് വരുമെന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ് 2ാമത് വരുമെന്നുള്ള ആത്യന്തികമായ ചിന്തയിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം തിരിച്ചു വരുവാൻ, മടങ്ങി വരുവാൻ തക്കവണ്ണം. അതുകൊണ്ട് നമുക്ക് ജാഗ്രത വേണം. വിഗ്രഹാരാധനയുടെ അനുഭവത്തെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വിഗ്രഹാരാധനയുടെ ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നീക്കം ചെയ്യുവാൻ വിശുദ്ധ മാമോദീസയിലൂടെ കരുത്തു നേടിയവരാണ് നമ്മളെന്നുള്ള ബോധ്യം. 2, ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. 3, കപടഭക്തിയെ നമ്മൾ ഈ ലോകത്ത് സൂക്ഷിച്ചു കൊള്ളണം. കപടഭക്തിയുടെ അനുഭവങ്ങളെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ ശക്തമായി സൂക്ഷിച്ചു കൊള്ളണം. ഉള്ളിലെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവെന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് നമുക്ക് ഡീട്രാക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. ഇത് ദൈവം പറയുന്നത് ഉഗ്രപ്രതാപിയായിട്ടല്ല. സ്നേഹമുള്ള ഒരമ്മ രാവിലെ യാത്ര പുറപ്പെടുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം നോക്കി നിന്ന് സ്നേഹപൂർവ്വം തൻ്റെ മകനെയോ അല്ലെ ഭർത്താവിനെയോ യാത്ര അയക്കുന്ന പോലെ, സൂക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ, ക്രൈസ്തവ യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യനോടും ഓരോ വ്യക്തിയോടും ദൈവം പറയുകയാണ്, കുഞ്ഞേ നീ സൂക്ഷിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, സൂക്ഷിച്ച് ജീവിക്കണം, സൂക്ഷ്മതയോടെ ജീവിക്കണം. അവിടെയാണ് ജീവിതം ധന്യമായി മാറുന്നത്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗ്ഗ ദൈവമേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ജാഗ്രത ഏറെ വേണ്ടി ഒരു കാലത്തിലാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്, ആരോഗ്യപരമായും ആത്മീയമായും. പലപ്പോഴും യേശുവേ, ഞങ്ങൾ വഴിതെറ്റി പോകുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. ഒരു നോമ്പ് തുടങ്ങാൻ പോവുകയാണ്. ഇത് അനുതപിക്കാനുള്ള അവസരമാണ്. നിരുവയിലെ ജനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ അനുതപിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. പെറ്റമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ഒരു ദൈവം ഞങ്ങളോട് ഓർപ്പിക്കുന്നു, മകനെ മകളെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവമേ, വിഗ്രഹാരാധനയുടെ അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ, ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുവാൻ, കപടഭക്തിയുടെ അനുഭവങ്ങളെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം, ഉള്ളിലെ വെട്ടം കെട്ടുപോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം, നീ 2ാമത് വരുമെന്നുള്ള ബോധ്യത്തിൽ ഒരുങ്ങാതെ ഇരിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണമുള്ള സൂക്ഷ്മത ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വേദനയിലും ഭാരത്തിലും കഴിയുന്നവരോട് കരുണ തോന്നണമേ. തിരുവചനം കേട്ട് ഇവിടെയും ദൂരെയും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവികമായ സമാധാനം കൊണ്ട് നിറയ്ക്കപ്പെടണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിയണമേ. കർത്താവെ, വിശേഷാൽ രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെയൊക്കെ വീണ്ടെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാതെ അലയുന്ന അനേകം മക്കളുണ്ട്. അവർക്കൊക്കെ നിന്റെ കരുണയും കാവലും പകർന്നു കൊടുക്കണമേ. നാളത്തെ ആരാധനയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. യോഗ്യതകളല്ല കർത്താവേ, നിന്റെ ദിവ്യമായ കൃപയാണ് ഞങ്ങളിവിടെ കൂട്ടിവരുത്തിയത്. നിന്റെ മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ സഭയെയും അതിലെ പിതാക്കന്മാരെയും വൈദിക സമൂഹത്തെയും അവരെ വിശുദ്ധിയോടെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കണമേ. അതിനുവിളക്കമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തോട് കരുണ തോന്നണമേ. ഒരു മനുഷ്യൻ പോലും ദൈവരാജ്യത്തിന് അന്യരായിത്തീരരുത്. ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ. ആമീൻ.